ജാതകാലുള്ള പലവിധ ദോഷങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവരാണ് നിങ്ങൾ. ഇനി ചൊവ്വാദോഷം നിങ്ങൾക്ക് ബാധിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ജാതകത്തിലെ ചൊവ്വയുടെ സ്ഥിതി നല്ലതല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് കഷ്ടപ്പാടുകൾ ഉണ്ടാകുന്നുണ്ടോ? സന്താനപരമായിട്ടുള്ള ദുഃഖം നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ടോ? സന്താനങ്ങളെ കൊണ്ടുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് വരുന്നുണ്ടോ? ശത്രുദോഷം, കടബാധ്യത, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നിങ്ങളെ വലയ്ക്കുന്നുണ്ടോ? ഞാനിതെല്ലാം നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്നത് എന്തെന്ന് വെച്ചാൽ, അതിവിശിഷ്ടമായിട്ടുള്ള ഒരു വ്രതം നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. ഒരു ശുഭദിനം. ആ ശുഭദിനത്തിൽ ഏറ്റവും ലളിതമായ ഒരു വ്രതം എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ജാതകദോഷങ്ങൾ, നമ്മുടെ ഭാഗ്യദോഷങ്ങൾക്കെല്ലാം ഒരു പരിഹാരം കാണാൻ അതുമൂലം സാധിക്കുന്നതാണ്. ഏത് വ്രതത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് ബോധ്യമായി കാണുമല്ലോ. അതായത് ജാതകനാഥനായ ശ്രീ സുബ്രഹ്മണ്യ സ്വാമിയുടെ വിശേഷാൽ ദിനമായ തൈപ്പൂയമാണ്. തൈപ്പൂയ വ്രതം തമിഴ്നാട്ടിലൊക്കെ മഹാ ആഘോഷമായിട്ടാണ് തൈപ്പൂയത്തെ കൊണ്ടാടുന്നത്. കേരളത്തിലും സ്കന്ദഭക്തർക്ക്, സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹം തേടുന്നവർക്കെല്ലാം ഈ ദിവസം വളരെ പുണ്യകരമാണ്. അപ്പോൾ ഈ വ്രതരീതികളെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. 2025 ഫെബ്രുവരി മാസം 11-ാം തീയതി ചൊവ്വാഴ്ച, അതായത് കൊല്ലവർഷം 1200 മകരമാസം 29-ാം തീയതി കുജവാരത്തിൽ ചൊവ്വാഴ്ചയാണ് തൈപ്പൂയമായിട്ട് ആഘോഷിക്കുന്നത്. തമിഴ് പഞ്ചാംഗത്തിലെ തൈമാസത്തിലെയും മലയാളം പഞ്ചാംഗം അനുസരിച്ച് മകരമാസത്തിലെയും പൂയം നക്ഷത്രത്തെയാണ് തൈപ്പൂയം എന്ന് പറയുന്നത്. ഇത് താരകാസുര നിഗ്രഹത്തിന് ശേഷം ദേവഗണങ്ങളെല്ലാം ചേർന്നിട്ട് ദേവസേനയുടെ അധിപനായിട്ട് സുബ്രഹ്മണ്യ സ്വാമിയെ വാഴിച്ച ദിനമായിട്ടാണ് കണക്കൂട്ടുന്നത്. അത്രയ്ക്ക് മഹത്തരമാണ്. അങ്ങനെയുള്ളൊരു ദിവസത്തിൽ വ്രതമെടുത്ത് നമുക്ക് നമ്മുടെ കഷ്ടനഷ്ടങ്ങളെല്ലാം മാറ്റിയെടുക്കാൻ ഏറ്റവും പുണ്യവത്താണ്. അപ്പോൾ വ്രതം എടുക്കുന്ന രീതി നാടിൻ്റെ ദേശവ്യത്യാസം അനുസരിച്ച് വ്യത്യസ്തമായ തലത്തിലായിരിക്കും. എങ്കിലും സാമാന്യമട്ടിൽ നിങ്ങൾക്ക് ഏറെ ഗുണകരമാകുന്ന ഒരു രീതി ഞാൻ പറഞ്ഞുതരാം. ഒന്നിലധികം രീതികളുണ്ട്. അതിൽ ഞാൻ ഇന്ന് പറയുന്നത് സാമാന്യന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഗുണകരമായിട്ടുള്ള ഒരു രീതിയാണ്. ഒരു ചൊവ്വ തൊട്ട്, അതായത് തൈപ്പൂയത്തിന് തൊട്ട് മുമ്പുള്ള ചൊവ്വ തൊട്ട് വ്രതമെടുത്തു വരുന്ന രീതിയുണ്ട്. അതല്ല, പൂയം നക്ഷത്രത്തിന് തൈപ്പൂയത്തിൻ്റെ തലേ ദിവസം വ്രതമെടുത്ത്, പൂയം നക്ഷത്രത്തിൽ വ്രതമെടുത്ത് പിറ്റേ ദിവസം പൂയം കഴിഞ്ഞിട്ട് പുലർച്ചെ, അടുത്ത ദിവസം പുലർച്ചെ വ്രതം അവസാനിപ്പിക്കുന്ന രീതിയുണ്ട്. നമുക്ക് ഈ ഒരു രീതിയെങ്കിലും അവലംബിക്കുന്നതാണ് ഏറെ ഗുണകരം. അതെങ്ങനെയാന്ന് വെച്ചാൽ, തലേ ദിവസം മത്സ്യമാംസാദികളൊന്നും നമ്മൾ കഴിക്കരുത്. അതായത് ഈ വർഷം തിങ്കളാഴ്ചയാണ് വരുന്നത് തലേ ദിവസം. അപ്പോൾ അന്ന് മത്സ്യമാംസാദികളൊന്നും കഴിക്കരുത്. അന്ന് നന്നായിട്ട് സ്കന്ദനെ, മുരുകനെ വണങ്ങി പ്രാർത്ഥിക്കണം. നെയ്യിട്ട വിളക്ക് തെളിയിച്ച് അതിനു മുന്നിലിരുന്ന് ഭസ്മക്കുറി ധരിച്ച് ഭഗവാനെ ധ്യാനിക്കുന്നത് ഏറെ ഉത്തമമാണ്. ചെറിയ വേലൊക്കെ ഉണ്ടെങ്കിൽ, വീട്ടിൽ ചെറിയ വെള്ളിയിലെ വേല് രൂപം ഉണ്ടെങ്കിൽ ആ വേല് രൂപം ചന്ദന ഉരുള ഉണ്ടാക്കിയിട്ട് അതിൽ ഊന്നി നിർത്തി ആ വേല് രൂപത്തെ പൂജിക്കുന്ന ഒരു ചടങ്ങുണ്ട്. അതില്ലെങ്കിൽ കുഴപ്പമില്ല. ഭഗവാന്റെ ചിത്രം മുന്നിലുണ്ടെങ്കിൽ ആ ചിത്രം നോക്കി നന്നായിട്ട് ഭഗവാനെ പ്രാർത്ഥിക്കുക. സുബ്രഹ്മണ്യ അഷ്ടോത്തരം, ശതനാമാവലി അവയൊക്കെ ഉപയോഗിക്കാം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു മന്ത്രം കൂടി ഇതിനോടൊപ്പം പറഞ്ഞിരുന്നുണ്ട്. ഈ മന്ത്രം ഈ നമ്മുടെ ദോഷങ്ങളെല്ലാം അകറ്റാൻ ഏറ്റവും ഗുണകരമാണ്. സുബ്രഹ്മണ്യ വിശിഷ്ട നാമാവലി എന്നാണ് ഇത് അറിയപ്പെടുന്നത്. വ്രതത്തോടൊപ്പം നമ്മളിത് ജപിക്കണം. അപ്പോൾ തലേ ദിവസം നന്നായിട്ട് ഭഗവാനെ പ്രാർത്ഥിക്കണം. മത്സ്യമാംസാദികളൊന്നും ഉപയോഗിക്കരുത്. രാവിലെയും വൈകുന്നേരം കുളിച്ച് ശുദ്ധമായിട്ട് വിളക്ക് തെളിയിക്കണം. തലേ ദിവസം നെയ് വിളക്ക് തെളിയിക്കണം. ഇനി രാവിലെ കഴിഞ്ഞില്ലെങ്കിൽ വൈകുന്നേരമെങ്കിലും നെയ് വിളക്ക് തെളിയിച്ച് നന്നായിട്ട് പ്രാർത്ഥിക്കണം. ഇനി നെയ് വിളക്ക് തെളിയിക്കാൻ ആർക്കെങ്കിലും കഴിവില്ലെങ്കിൽ എണ്ണ ഒഴിച്ച് തെളിയിച്ചാൽ മതി. പിറ്റേ ദിവസം രാവിലെ സൂര്യോദയത്തിന് മുമ്പ് തന്നെ നാം എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധമായിട്ട് ഭഗവാനെ നന്നായിട്ട് ധ്യാനിക്കണം. ഒരു സുബ്രഹ്മണ്യൻ്റെ ചിത്രം ഉണ്ടെങ്കിൽ ആ ചിത്രമൊക്കെ വെച്ച് അതിന് മുന്നിൽ വിളക്ക് വെച്ച് നന്നായിട്ട് ധ്യാനിക്കണം. ധ്യാനിക്കുമ്പോൾ ഒരു ഇരിപ്പിടം, മുന്നിലൊരു പലകയോ അല്ലെങ്കിൽ കട്ടിയുള്ള ഒരു എന്തെങ്കിലും വെച്ചിട്ട് അതിൻ്റെ പുറത്തിരുന്ന് ജപിക്കണം. ചമ്രം പടിഞ്ഞിരുന്ന് ജപിക്കുകയാണ് ഉത്തമം. സുബ്രഹ്മണ്യൻ്റെ വിശിഷ്ട നാമാവലി ഞാൻ പറഞ്ഞുതരാം, ഇവിടെ എഴുതി കാണിക്കാം. ഈ മന്ത്രങ്ങൾ ജപിച്ചു വേണം ഭഗവാനെ പ്രാർത്ഥിക്കാൻ. അപ്പോൾ മന്ത്രത്തിലേക്ക് പ്രവേശിക്കും മുമ്പ്
ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമാണെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യപ്പെടുകയാണ്. നിങ്ങളുടെ ഓരോ ലൈക്കും എനിക്ക് വളരെ വിലമതിക്കാനാകാത്ത ഒരു സമ്മാനമാണ്. അത് ചെയ്യുക. അപ്പോൾ നമുക്ക് നാമാവലി നോക്കാം. ഓം ജ്ഞാനശക്ത്യാത്മനേ നമഃ. ഓം സ്കന്ദായ നമഃ. ഓം അഗ്നിഗർഭായ നമഃ. ഓം ബാഹുലേയായ നമഃ. ഓം ഗാംഗേയായ നമഃ. ഓം ശരവണോദ്ഭവായ നമഃ. ഓം കാർത്തികേയായ നമഃ. ഓം കുമാരായ നമഃ. ഓം ഷൺമുഖായ നമഃ. ഓം കുക്കുടധ്വജായ നമഃ. ഓം സേനാന്യേ നമഃ. ഓം ഗുഹായ നമഃ. ഓം ബ്രഹ്മചാരിണേ നമഃ. ഓം ശിവതേജസേ നമഃ. ഓം ക്രൗഞ്ചധാരിണേ നമഃ. ഓം ശിഖിവാഹനായ നമഃ. അപ്പോൾ കണ്ടല്ലോ, ഇതാണ് ഈ വിശിഷ്ട നാമാവലി. ഇത് നമ്മൾ ഒരു തവണയല്ല ജപിക്കേണ്ടത്, 8 റൗണ്ട് ജപിക്കണം. ഒരു തവണ ഇത്രയും ജപിച്ച് തീർന്നതിന് ശേഷം വീണ്ടും ഒരു തവണ, അങ്ങനെ 8 റൗണ്ട് മൊത്തത്തിൽ നമ്മൾ ജപിക്കണം. ജപിച്ചതിന് ശേഷം വേറെ സുബ്രഹ്മണ്യ മന്ത്രങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ അതെല്ലാം ജപിക്കണം. സൂര്യോദയത്തിന് മുമ്പ് തന്നെ ബ്രാഹ്മമുഹൂർത്തത്തിൽ ഇത് ചെയ്യാമെങ്കിൽ ഏറെ ഉത്തമമാണ്. എന്നിട്ട് നിങ്ങൾ അന്ന് ക്ഷേത്ര ദർശനം നടത്തണം. ക്ഷേത്ര ദർശനത്തിന് പോകുമ്പോൾ ശ്രദ്ധിക്കുക, അന്ന് നമ്മൾ തീർത്ഥമൊന്നും സേവിക്കില്ല. ഭസ്മം നമുക്ക് നെറ്റിയിൽ തൊടാം. ഭഗവാന്റെ ക്ഷേത്രത്തിൽ നിന്നിട്ട് ഭസ്മം നമുക്ക് ധരിക്കാം. ഇല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് ഭസ്മം ധരിച്ചിറങ്ങുക. ആ ദിവസം കാവ്യ വസ്ത്രം ധരിക്കുന്നത് ഏറെ ഉത്തമമാണ്. ഇല്ലെങ്കിൽ വെള്ള വസ്ത്രം ധരിക്കുന്നത് ഏറെ ഗുണകരമാണ്. മാത്രമല്ല, ക്ഷേത്രത്തിൽ ചെന്ന് നന്നായിട്ട് പൂജ പ്രാർത്ഥനകളിലൊക്കെ പങ്കെടുക്കുക, നന്നായിട്ട് ധ്യാനിക്കുക. അതിനുശേഷം നമുക്ക് ഒരിക്കലൂണ് എന്നുള്ള രീതിയിൽ വ്രതം എടുക്കാം. അല്ലാതെ ഭക്ഷണമൊന്നും ഇല്ലാത്ത രീതിയിലും വ്രതം എടുക്കാം. ഒരിക്കലൂണ് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു നേരം ഭക്ഷണം കഴിക്കാം. മറ്റുള്ള നേരങ്ങളിൽ ആരോഗ്യസ്ഥിതി ശരിയല്ലാത്തവർക്ക് ഇളനീര് കുടിക്കാം, കരിക്കും വെള്ളം കുടിക്കാം, ചില ഫലവർഗ്ഗങ്ങൾ കഴിക്കുക ആവാം. പിന്നെ വൈകുന്നേരവും ഇതുപോലെ തന്നെ ഇതേ മന്ത്രം, ഈ വിശിഷ്ട നാമാവലി ജപിക്കണം. വൈകുന്നേരം വിളക്ക് തെളിയിച്ച്, ഈ രാവിലെയും വൈകുന്നേരം വിളക്ക് തെളിയിക്കുമ്പോൾ നെയ്യിട്ട് തെളിയിക്കാൻ ശ്രമിക്കുക. നെയ്യ് കഴിഞ്ഞില്ലെങ്കിൽ എള്ളെണ്ണ ഇട്ട് വിളക്ക് തെളിയിക്കുക. അപ്പോൾ അന്ന് പൂർണ്ണമായിട്ട് ജപിക്കണം. വേറെ നിങ്ങൾക്ക് മുരുക മന്ത്രങ്ങൾ, ധ്യാനങ്ങളൊക്കെ അറിയാമെങ്കിൽ അതെല്ലാം ജപിക്കാം. ക്ഷേത്രത്തിൽ വൈകുന്നേരവും പോയി പ്രാർത്ഥിക്കാൻ, അവിടുത്തെ ചടങ്ങുകൾ പങ്കുകൊള്ളാനൊക്കെ കഴിയുമെങ്കിൽ ഏറെ ഉത്തമമാണ്. അന്ന് വൈകുന്നേരവും നമുക്ക് ആരോഗ്യസ്ഥിതി മോശമുള്ളവർക്ക് ഫലവർഗ്ഗങ്ങളൊക്കെ കഴിക്കാം. മറ്റുള്ളവർക്ക് ഒരിക്കലൂണ്, ഒറ്റ നേരം ഭക്ഷണം എന്നുള്ള രീതിയിൽ എടുക്കാം. ചായ, കാപ്പി അങ്ങനെയുള്ള ഒന്നും കഴിക്കരുത്. ചൂടുവെള്ളം വേണമെങ്കിൽ അത്യാവശ്യത്തിന് ഉപയോഗിക്കാം. അന്നേ ദിവസം രാത്രി കിടന്ന് പിറ്റേ ദിവസം പുലർച്ചെ, ഈ വർഷം ബുധനാഴ്ചയാണ്, അന്ന് രാവിലെ നമുക്ക് ക്ഷേത്രത്തിൽ പോയി, സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ പോയി തീർത്ഥം സേവിച്ച് വ്രതം മുറിക്കാം. ഇനി അത് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ വീട്ടിൽ വെച്ച് രാവിലെ നമുക്ക് വ്രതം മുറിക്കാം. സൂര്യോദയ സമയത്ത് കുളിച്ച് ശുദ്ധമായിട്ട് വന്ന് ഭഗവാനെ വന്ദിച്ച് തുളസിയിലിട്ട ജലം സേവിച്ച് വ്രതം മുറിക്കാം. അപ്പോൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ഒട്ടേറെ പ്രയാസങ്ങളെ മാറ്റിയെടുക്കാൻ ഈ ഒരു വ്രതം വളരെ ഗുണകരമാണ്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നിങ്ങൾ പലരും ചെയ്തു കാണും. ഈ രീതിയിലാണോ ജപിച്ചത്, ഈ രീതിയിലാണോ പ്രാർത്ഥിച്ചത് എന്നൊന്നും എനിക്കറിയില്ല. എങ്കിലും ഇത്തവണ നിങ്ങളിത് പൂർണ്ണമായിട്ട് ചെയ്യുക. നിങ്ങളുടെ ജാതകപരമായിട്ടുള്ള ദോഷങ്ങൾ, പല പല ജാതക ദോഷമുണ്ട്, ജാതകത്തിൽ വന്നു കൂടുന്ന ദോഷങ്ങളെല്ലാം മാറ്റിയെടുക്കാൻ വളരെ ഗുണകരമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും പ്രയോജനപ്രദമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും പറയുന്നു, ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു സ്നേഹസമ്മാനമായിട്ട് ഒരു ലൈക്ക് കൊടുത്തേക്കുക. നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുന്നത് സന്തോഷകരമാണ്. ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ്. ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിനാണ് ഇത് നൽകിയിരിക്കുന്നത്. നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല. നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം, അതായത് ഇപ്പോൾ താമസിക്കുന്ന സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക. അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം നൽകുന്നതാണ്. ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സ്വന്തം RJ ഹരിചന്ദ്ര മഠം. നമസ്തേ.